Hi children, welcome to our science class. What did you learn last class? We'll study about soil, our precious soil. Precious soil ne kurichana nammal padichadu. What did you learn? Endha padichadu? How to make soil. Soil enganeya undagunnathu padichu. Okay, how to make soil? Engane soil undagunnathu? Okay, tell you. All of you understand? മനസ്സിലായിരുന്നോ? Okay, then you tell. പറയൂ. How to make soil? First of all, sun heat up the rocks. Then what happen? Rain cool the rocks. Sun rocks ne heat ചെയ്യും. Then rain cool the rocks. Rocks ne cool ചെയ്യും. Then after wind blew. Tell wind blew over the rocks. Rocks ന്റെ മുകളിലൂടെ കാറ്റ് വീശും. Then what happened? This process continuing many years. ഈ ഒരു പ്രോസസ്സ് വർഷങ്ങളോളം നടക്കും. Then what happened next? This time the rocks were broken small pieces. Rocks എന്താ സ്മോൾ പീസായി മാറും. Then these pieces, പിന്നെ ഈ പീസസ് എന്ത് സംഭവിക്കും? These pieces എല്ലാ സ്ഥലത്തേക്കും ആര് കൊണ്ടുപോകും? റെയിൻ ആൻഡ് വിൻഡ്. റെയിൻ ആൻഡ് വിൻഡിൻ്റെ ഹെൽപ്പോട് കൂടി ദിസ് പീസസ് എല്ലാ സ്ഥലത്തും എത്തും. Then what happened? Then these pieces, rocks pieces rubbed against. എന്താണ്? തമ്മിൽ ഉരതുമ്പോൾ എന്ത് സംഭവിക്കും? These rock pieces change to small pieces. This is a soil. ഇതാണ് soil. All of you understand? എങ്ങനെയാ soil ഉണ്ടാകുന്ന എല്ലാവർക്കും മനസ്സിലായോ? Okay. Today I am going to teach a new topic. What does soil contain? Soil എന്തൊക്കെയുണ്ട്? എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് സോയിലിൽ? എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് സോയിലിൽ? ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ? എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? നമുക്ക് വി ക്യാൻ ഡു സം എക്സ്പെരിമെൻറ്റ്സ്. കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ചെയ്താൽ നമുക്ക് സോയിലിൽ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഓൾ ഓഫ് യു റെഡി? ഓക്കെ, വൺ തിങ്, ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പെരിമെൻറ്റ്സ് മിസ് പറഞ്ഞു തരും. All of you do in your home with helps of your parents. ഒറ്റയ്ക്ക് ചെയ്ത് പാരൻസിൻ്റെ ഹെൽപ്സോട് കൂടി ചെയ്യണം. അതാണ് വാട്ട് ഡസ് സോയിൽ കണ്ടെയ്ൻ? സോയിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് നോക്കാം. ഓൾ ഓഫ് യു റെഡി? ഓക്കെ, ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്. ഫസ്റ്റ് ഓഫ് all of you take a jar, a white jar, glass jar എടുക്കാം. Then take some soil from your garden. നിങ്ങളുടെ ഗാർഡനിലോ കോർട്ട്യാർഡ് എവിടെയെങ്കിലുള്ള some soils. This soil poured into the jar. ജാറിലിടാം. Then some water pour into jar. കുറച്ച് വാട്ടർ വയ്ക്കാം, വാട്ടർ ഫില്ല് ചെയ്യാം. Then after ടാപ്പ് ചെയ്യാം. Then shake well. നന്നായിട്ട് ഷേക്ക് ചെയ്യുക. എന്ത്? ആ ജാറ് നന്നായി ഷേക്ക് ചെയ്യാം. Then after അവിടെ വയ്ക്കാം കുറച്ച് സമയം. ആഫ്റ്റർ എ 2 or 3 hours ദിസ് ജാർ നോട്ട് ഇളക്കൊന്നും ചെയ്യരുത്, അവിടെ വയ്ക്കാം. ഓക്കെ, ദെൻ ആഫ്റ്റർ 2 or 3 hours യു ക്യാൻ ലുക്ക് ദി ജാർ. ജാറിലേക്ക് നോക്കാം. വാട്ട് ഡു യു സീ? എന്താ നിങ്ങൾ കാണുക? ഓക്കെ, ഓൾ ഓഫ് യു ലുക്ക് ഹിയർ. യു ക്യാൻ സീ സം പാർട്സ്. സോയിൽ കുറച്ച് പാർട്സ് ആയിട്ട് കാണാം. എങ്ങനെയൊക്കെയാന്ന് നോക്കാം. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണേ. ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ സീ പാർട്സ് ആയിട്ട് ജാറിൽ കാണാം. അറ്റ് ലാസ്റ്റ് ഓൾ ഓഫ് യു ലുക്ക് ദി ജാർ. അറ്റ് ലാസ്റ്റ് ജാറിൻ്റെ ലാസ്റ്റിൽ നോക്കാം. യു ക്യാൻ സീ സം സ്റ്റോൺസ്. ആ സോയിലിൽ ഉണ്ടായിരുന്ന സ്റ്റോൺസ് ഒക്കെ ബോട്ടം ഓഫ് ദി ജാറിൻ്റെ ബോട്ടമിൽ അടിഞ്ഞുവിടും. ഓക്കെ, എവിടെയാണ് കാണാം? ബോട്ടം ഓഫ് ദി ജാർ.
All of you see at the bottom of the jar we can see stones. Stones കാണാം. Then next layer. Stones in the മുകളിലായി. Next layer what you see? എന്താ കാണാം? Sand. You can see some sand. Sandy soil ആയിരിക്കും next layerൽ കാണാം. First at last bottom. Last എന്താ കണ്ടത്? Stones കണ്ടു. Next layer you can see sandy soil. Then third layer. Next layer you can see clay soil. Then what you see? Clay. You can see clay. എന്താ കാണാ? തേർഡിൽ clay കാണും. Clay ആയിട്ടുണ്ട്. All of you see clay? Clay soil കാണും. Then at top of the jar. ജാറിൻ്റെ ആയിട്ട് ടോപ്പിൽ എന്താ കാണാ? humus. Humus. What is humus? എന്താണ് humus? Look here. Humus. Rotten parts of dead plants and insects float on top. എന്താണ് ഈ ഡെഡ് പ്ലാന്റ്സ്, സം ഇൻസെക്ട്സ്, അതൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കാണാം. ഇതിനാണ് നമ്മൾ എന്താ പറയുക? ഹ്യൂമൻസ്. നോക്കിക്കേ, റോട്ടൻ പാർട്സ് ഓഫ് ഡെഡ് പ്ലാന്റ്സ് ആൻഡ് ഇൻസെക്ട്സ് ഫ്ലോട്ട് ഓൺ ടോപ്പ്. എന്താണ് ഈ കേടായ എന്താണ് പ്ലാന്റ്സിൻ്റെത്, ഡെഡ് ഇൻസെക്ട്സ് ഒക്കെ ഈ ജാറിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇതിന് പറയുന്ന പേരാണ് എന്ത്? ഹ്യൂമസ്. ഓക്കെ, വാട്ട് ഈസ് ഹ്യൂമസ്? Rotten parts of dead plants and insects float on top. This we call humus. All of you understand? Okay, all of you see this jar. This jar like nokumbo at bottom we can see stones. Then next layer we can see sandy soil. Then third layer we can see clay soil. Then top of the bottom, top of the jar, what do you see? Humus. What is humus? Humus എന്ന് പറഞ്ഞാൽ ഡെഡ് പ്ലാന്റ്സോ അല്ലെങ്കിൽ ഡെഡ് ഇൻസെക്ട്സ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കാണാം. ദിസ് ഈസ് ഹ്യൂമസ്. വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ്? ഈ എക്സ്പെരിമെൻറ്റ് നമുക്ക് എന്ത് മനസ്സിലാകാം? സോയിൽ കണ്ടെയ്ൻസ്, സോയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഹ്യൂമസ്, ക്ലേ, സാൻഡ് and stones. Soil എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? Soil contains humus, clay, sand and stones. All of you understand? Okay. All of you do this experiment in your home with the help of your parents. Okay. Then we can discuss about second experiment. Second experiment എന്താണ്? Okay, in this experiment, first of all of you take a jar. ഒരു ജാർ എന്തായിരിക്കണം? ഒരു ടിന്ന്. നമുക്കത് ഗ്യാസിൽ അടുപ്പിലോ വെക്കാൻ പറ്റുന്ന ടിന്നായിരിക്കണം. ഓക്കെ, ആൻഡ് then this jar you take full of soil. Then you can ജാർ എവിടെ വയ്ക്കുക? ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിം ആക്കി ഗ്യാസിൽ വെക്കണം. ഒരു ലിഡ് ഉപയോഗിച്ച് യു ക്യാൻ കവർ ദിസ് ജാർ വിത്ത് എ ലിഡ് യൂസ് ചെയ്തിട്ട് കവർ ചെയ്യണം. ഓക്കെ, ദെൻ ലോ ഫ്ലെയിമിൽ വെക്കുക. ആഫ്റ്റർ എ 5 or 10 minutes, ഒരു 5 minutes or 10 minutes കഴിഞ്ഞിട്ട് യു ക്യാൻ ഓപ്പൺ ദി ലിഡ്. ഈ ലിഡ് ഓപ്പൺ ചെയ്ത് എന്തെക്കണം? യു ക്യാൻ സീ വാട്ടർ ഡ്രോപ്സ്. ഈ ലിഡിൻ്റെ അടിയിൽ എന്ത് കാണാം? യു ക്യാൻ സീ വാട്ടർ ഡ്രോപ്സ്. അപ്പോൾ what can you understand in this experiment? അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ എന്ത് മനസ്സിലായത്? soil contains water. അപ്പോൾ you can see under the lid. First of all you move this lid മൂവ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എന്ത് കാണാം? you can see some water drops കണ്ടു. This water drops proves soil contains water. അപ്പോൾ സോയിൽ എന്തൊക്കെയാണ്? Soil contains humus, clay, sand and stones. Then soil contains water. All of you do this experiment. Okay, experiment ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. Okay, then
you will discuss about third experiment. What is? This is experiment is very easy. Okay. First of all, you can take some soil എടുക്കാം, jar, glass jar. Then some water poured into jar. That time you can see some bubbles floating. Bubbles ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തെന്ന് കാണാം. That proves, എന്താ പ്രൂവ് ചെയ്യുന്നത്? ആ ബബിൾസ് എന്തിനാ പ്രൂവ് ചെയ്യുന്നത്? The bubbles prove soil contains air. Soil എന്ത് കൂടി കണ്ടെയ്ൻഡ്? എയർ കൂടി അടങ്ങിയിട്ടുണ്ട്. Okay, all of you understand this experiment? Okay, look here. Soil contains humus, clay, sand and stones. Then soil contains water. Then soil contains air. Okay, all of you understand what the soil contains? Soil എന്തൊക്കെ അടങ്ങിയിരിക്കുന്നത് മനസ്സിലായില്ലേ? Okay, then all of you do these three experiment do in your home with the help of your parents. ഒറ്റയ്ക്ക് ചെയ്യരുത്, പാരൻസിൻ്റെ ഹെൽപ്പോട് കൂടി എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സോയിലിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന്. Okay, all of you understand? Okay, thank you.